യേശു തമ്പുരാനെ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾക്ക് ചിന്തിക്കുവാനുള്ള ഭാഗം, നിസ്വാർത്ഥമായി ജീവിച്ച് യേശുവിനെ സ്നേഹിക്കുവാൻ മനുഷ്യരെ പഠിപ്പിക്കുക. ആധാരവാക്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദവാക്യം ആവർത്തന പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾ നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊള്ളുവിൻ. ഇവിടെ അനുസരണത്തെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് കർത്താവായ യേശുക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിസ്വാർത്ഥമായി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായ ഒരു കാര്യമാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം നോക്കി, കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം അനുസരിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നതായ കൽപ്പനകളെ മാനിക്കുന്ന ഒരാൾക്ക് അത് നന്മയ്ക്കായി ഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇവിടെ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ജീവനോടെ ഇരിക്കണമെങ്കിൽ ജീവന്റെ ഉറവയായ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക എന്നതാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു നമ്മോട് ഇങ്ങനെ പറയുന്നു, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമ്മളുടെ ജീവന്റെ തുടിപ്പ് നിലനിൽക്കുവാൻ വേണ്ടി, അതായത് പാപത്തിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുവാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു തലമുറയെ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവസാനമായിട്ട് ഇങ്ങനെ നമ്മോട് പറയുന്നു, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുന്നതായ കർത്താവിനെ തിരിച്ചറിയാൻ പറ്റാതെ പോയതായ ഒരു തലമുറയെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായത്. ആ കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാനാണ് ഇന്ന് ദൈവം നമ്മോട് പറയുന്നത്. ഇവിടെ ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനങ്ങൾ 103-ന്റെ 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവിനെ വാഴ്ത്തുക. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിന്ന് നിസ്വാർത്ഥമായി ജീവിക്കണമെങ്കിൽ, മനുഷ്യരെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ, ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് യാചിക്കുക. അവസാനമായി നമ്മോട് പറയുന്നത്, എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവിനെ വാഴ്ത്തുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നപ്പോൾ ആ സ്ത്രീയുടെ രോഗങ്ങൾ, ആ സ്ത്രീയുടേതായ ധാരാളമായ പ്രയാസങ്ങൾക്ക് കർത്താവ് ഒരു മറുമരുന്ന് കണ്ടെത്തുകയാണ്. ആ സ്ത്രീ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന ആ സ്ത്രീ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊടുകയും ആ സ്ത്രീക്ക് രോഗത്തിൽ നിന്നും പരിപൂർണമായ മോചനം ലഭിക്കുകയും ഉണ്ടായി. ഇത് തിരിച്ചറിഞ്ഞ കർത്താവ് ആ സ്ത്രീയെ നോക്കി പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും രോഗത്തിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ നമ്മൾ നിസ്വാർത്ഥമായി ജീവിച്ച് യേശുവിനെ സ്നേഹിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നതാണ്. ഇവിടെ മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, മറ്റുള്ളവർ കർത്താവായ യേശുക്രിസ്തുവിനെ തിരിച്ചറിയേണ്ടുന്നത് നമ്മളുടെ പ്രവർത്തനങ്ങളിൽ കൂടിയും നമ്മളുടെ വാക്കുകളിൽ കൂടിയും നമ്മളുടെ ജീവിത ശൈലികളിൽ കൂടിയും മാത്രമാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം തൻ്റെ ദൂതന്മാരാൽ നിങ്ങളെ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ സംരക്ഷിക്കുവാൻ വലിയൊരു സുരക്ഷാ കവചം ഒരുക്കിയിരിക്കുകയാണ്.
അത് വേറെയൊന്നുമല്ല, അത് ദൂതന്മാരാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിസ്വാർത്ഥമായി സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പൊന്നു ദൈവമേ, പൊന്നുനാമത്തിനായി നന്ദി അർപ്പിക്കുന്നു. അടിയങ്ങളെ നിസ്വാർത്ഥമായി ജീവിച്ച് ദൈവമേ മറ്റുള്ളവരെ സ്നേഹത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.